ഈ വിഷയത്തെയും രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് ഇതിനിടയിൽ നമ്മൾ കാണാതെ പോകരുത്. സൗദി സന്ദർശനം റദ്ദാക്കിയെത്തിയ പ്രധാനമന്ത്രി ആദ്യം പോയത് കശ്മീരിലെ ആ ദുരന്തഭൂമിയിലേക്കല്ല, പകരം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്കാണ്. ആ റാലിയിൽ പാകിസ്ഥാനെതിരായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നോക്കൂ, അവിടെയും അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നത്? ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല നമുക്ക്. വിഷ്ണു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, സൗദി സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി മടങ്ങിയെത്തുമ്പോൾ ആ ഉത്തരവാദിത്വത്തെ നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രാധാന്യത്തോടെ കണ്ടതാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പ്രധാനമന്ത്രി ആദ്യം പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്കാണ്. അതായത് പണ്ട് പുൽവാമ എങ്ങനെ രാഷ്ട്രീയ ആയുധമായോ അതേ രീതിയിൽ പഹൽഗാമും മറ്റൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണോ? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പുൽവാമ ഏത് തലത്തിലാണ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി വോട്ട് ബാങ്കാക്കി മാറ്റാൻ BJP ശ്രമിച്ചത്, അതുതന്നെയാണ് ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിലും ശ്രമിക്കുന്നത്. അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഭീകരാക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ആ പ്രധാനമന്ത്രി കാശ്മീരിലേക്കല്ല പോയത്, പകരം ബീഹാറിലേക്കാണ് അദ്ദേഹം തിടുക്കപ്പെട്ടു പോയത്. ഇന്നലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ, ഇന്നലത്തെ ഒരു റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ പല പ്രധാനപ്പെട്ട യോഗങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച സർവകക്ഷി യോഗമടക്കം ദില്ലിയിൽ ചേർന്നിരുന്നു. പക്ഷേ ഇത്തരം യോഗങ്ങളിൽ ഒന്നും തന്നെ പങ്കെടുക്കാതെ മോദി നേരെ ബീഹാറിലേക്ക് പോകുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് കളമൊരുക്കുന്ന ബീഹാറിൽ അവിടുത്തെ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ആ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നുണ്ട്, ഈ ഭീകരാക്രമണത്തിന് തക്കതായിട്ടുള്ള തിരിച്ചടി നൽകും എന്നൊക്കെ തന്നെയാണ്. വലിയ പ്രസംഗം തന്നെ നടത്തുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നേരെ കാശ്മീരിലേക്ക് പോകാത്ത പ്രധാനമന്ത്രി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് പോയി എന്നതാണ് വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. അത് തികച്ചും കൃത്യമായി തന്നെ പറഞ്ഞാൽ അത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ ഈ ഭീകരാക്രമണം, പെഹൽഗാം ഭീകരാക്രമണം മുൻനിർത്തി അവിടുത്തെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നതിലേക്ക് BJP കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഘട്ടങ്ങളിലും നമ്മൾ സമാന രീതി BJPയിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു നേരത്തെ ഇത്തരത്തിൽ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇപ്പോൾ ആ ഒരു പാത തന്നെ തുടർന്നുകൊണ്ട് പെഹൽഗാം ഭീകരാക്രമണവും അത് ഒരു വോട്ട് ബാങ്കിലേക്ക് മാറ്റുന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരം രീതി പറയുകയാണെങ്കിൽ ഈ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ദില്ലിയിലേക്ക്, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു, കാശ്മീരിലേക്ക് പോകാതെ പകരം ബീഹാറിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് മണിപ്പൂർ പോലും ഇതുവരെ സന്ദർശിക്കാൻ മോദി തയ്യാറായിരുന്നില്ല എന്നതുകൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ്. എന്തായാലും ഇത്തരം ഭീകരാക്രമണങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനു, ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പ്രധാനമന്ത്രി ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്ന് വിഷ്ണു. പക്ഷേ അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അധ്യക്ഷത വഹിച്ചത്. ആ രീതിയിൽ നാടിൻ്റെ ഐക്യത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും അതിൽ വന്നു ചേരേണ്ട ആളായിരുന്നില്ലേ പ്രധാനമന്ത്രി? പക്ഷേ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നുണ്ടോ വിഷ്ണു? അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ കാശ്മീരിലേക്ക് പോകും എന്നതടക്കം പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് മോദി എത്തുന്നത്. ഒരുപക്ഷെ സൗദി സന്ദർശനത്തിന് പോയ നരേന്ദ്രമോദിയുടെ ഷെഡ്യൂളിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് റാലി ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരം രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം ഇതിനെ കൃത്യമായി തുറന്നു കാട്ടുന്നതിൽ അത്ര കണ്ട് വിജയിക്കുന്നില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ചില വിമർശനങ്ങൾ ഇന്നലെ തന്നെ ഉയർന്നു വന്നിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളടക്കമാണ് ഇത്തരത്തിൽ മോദിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ അത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം അത്ര കണ്ട് വിജയിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തെയും ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം. ആ സാഹചര്യം BJP കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ ബീഹാറിൽ ഇന്നലെ കണ്ടത്.
ഏതായാലും അതിനെ തുറന്നു കാട്ടാൻ കഴിയേണ്ടതാണ് പ്രതിപക്ഷത്തിന്. പക്ഷേ അത് ആ രീതിയിൽ കഴിയുന്നുണ്ടോ എന്നതും ഒരു വസ്തുത തന്നെയാണ്.